ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തോറ്റുപോകുമോ എന്നുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. ലോകത്തിലെ മിക്കവാറും ആളുകൾ വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരാതിരിക്കാനുള്ള കാരണം, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൽ തോറ്റുപോകുമോ എന്നുള്ള പേടിയാണ്. ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലോ, അത് നഷ്ടപ്പെട്ടു പോയാലോ, തോറ്റുപോയാലോ എന്ന പേടി കാരണമാണ് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. പ്രത്യേകിച്ചും നാം മലയാളികൾ തോറ്റുപോകുക, തോൽക്കുക എന്നത് ഏറ്റവും വലിയ ദുരന്തമായിട്ട് മനസ്സ് സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റു എന്ന റിസൾട്ട് വരുമ്പോഴേക്കും, +2 തോറ്റു എന്ന റിസൾട്ട് വരുമ്പോഴേക്കും, ഡിഗ്രിയിൽ ഒരിക്കൽ തോറ്റുപോയി എന്ന റിസൾട്ട് വരുമ്പോഴേക്കും നാം പിന്നെ നമ്മുടെ മുന്നിലുള്ള ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ഏക പരിഹാരം എന്ന് പറയുന്നത്, തോൽവിയെ അതിജീവിക്കാനുള്ള ഏക പരിഹാരം ആത്മഹത്യയാണെന്ന് നാം ധരിച്ചു വെച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ലോകത്തിൽ തന്നെ പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സമൂഹവും നമ്മുടേതാണെന്ന് വളരെ നിരാശയോട് കൂടിയിട്ട് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്, തോൽവി എന്ന് പറയുന്നത്, തോറ്റുപോകുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു ഏർപ്പാടായിട്ട് അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് നാം ധരിച്ചു വെച്ചിരിക്കുന്നു. സത്യത്തിൽ തോൽവി എന്ന് പറയുന്ന ഒന്നുണ്ടോ? തോൽക്കുക എന്നുള്ളത് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോൽക്കപ്പെടുക അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെടുക, തോൽവി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജീവിതത്തിൽ എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്, എല്ലാം ട്രൈകൾ മാത്രമാണ്. ചില ശ്രമങ്ങൾ വിജയിച്ച ശ്രമങ്ങളാകുന്നു, ചില ശ്രമങ്ങൾ വിജയിക്കാത്ത ശ്രമങ്ങളാകുന്നു. വിജയിക്കാത്ത ശ്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? എന്തുകൊണ്ട് വിജയിച്ചില്ലെന്ന് പാഠം പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നാം ശ്രമിക്കാൻ തയ്യാറാകണം. ആ ശ്രമിക്കുന്നതിലൂടെയാണ് നമുക്കൊരു കാര്യത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൽ വിജയിച്ച ആളുകളുടെ മുഴുവൻ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. വിജയിച്ച ആളുകളുടെ ജീവചരിത്രം നമ്മോട് ഒരു തവണ വിജയിച്ച കഥ മാത്രമാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അവർ ഓരോരുത്തരും 100-ലേറെ തവണ തോറ്റുപോയ ജീവിതത്തിന്റെ കഥയും പറഞ്ഞു തരുന്നുണ്ട്. എബ്രഹാം ലിങ്കന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം അവസാനമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വിജയിച്ചതെങ്കിൽ ഒരു 2-3 ഡസനോളം ജീവിതത്തിലെ ദുരന്തങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് എബ്രഹാം ലിങ്കൻ. അതുപോലെ തന്നെ വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു അസാമാന്യ പ്രതിഭയുടെ കായിക ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ, തോൽവികൾ, അപമാനങ്ങളൊക്കെ നിരന്തരം ഒരുപാട് തവണ നേരിട്ട് അതിനൊന്നും വകവെക്കാതെ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സിൽ 3 സ്വർണം ഒരുമിച്ച് നേടിയ ലോക റെക്കോർഡോട് കൂടിയിട്ട് വിൽമ റുഡോൾഫിന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞു. അവരുടെ ഒരു വിജയത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു തീർത്ത 100 കണക്കിന് പരാജയങ്ങളുടെ കഥകൾ കൂടി അവരുടെ ജീവിതം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 കണക്കിന് കണ്ടുപിടുത്തങ്ങളുടെ പാറ്റന്റ് നേടിയ തോമസ് ആൽവ എഡിസന്റെ ജീവിതവും നമ്മോട് പറഞ്ഞു തരുന്നത് നിരന്തരമായ ശ്രമങ്ങളുടെ കഥയാണ്. ബൾബ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എഡിസന് 10,000-ലേറെ തവണയാണ് ശ്രമിക്കേണ്ടി വന്നിട്ടുള്ളത്. ഓരോ തവണയും ശ്രമങ്ങൾ പരാജയപ്പെട്ടു. 10,000-ലേറെ തവണ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴും ഒരിക്കലും നിരാശപ്പെടാതെ തെറ്റായ ഒരു മാർഗം കൂടി ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമത്തിൽ സംഭവിച്ച പിഴവുകൾ ആവർത്തിക്കാതെ പിന്നെയും പരിശ്രമിച്ചപ്പോഴാണ് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ലോകത്തിന് ഏറ്റവും വലിയ നേട്ടമായ വെളിച്ചത്തിന്റെ വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ച് നൽകാൻ കഴിഞ്ഞത്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുന്നവരുടെ അല്ല, മറിച്ച് നിരന്തരമായ ശ്രമങ്ങളിലൂടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെയാണ് ഓരോ മനുഷ്യനും നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ തോൽവി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലെന്ന് സ്വയം വിശ്വസിക്കുക. തോൽവി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഇല്ലെന്ന് വിശ്വസിച്ച് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഒരു കുഞ്ഞ് 4-5 മാസമായി കഴിഞ്ഞാൽ ആദ്യം ആ കുഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കാൻ ശ്രമിക്കും.
എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനാണ് ശ്രമിക്കുക. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കുഞ്ഞ് ഒരുപാട് തവണ താഴെ വീഴും. പിന്നെയും ആ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും, പിന്നെയും താഴെ വീഴും. ഏതെങ്കിലും ഒരു കുഞ്ഞ് ഞാൻ ഇത്രയേറെ സമയം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് തങ്ങളുടെ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് നിരന്തരമായ ശ്രമങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ജീവിതമാണ് നമുക്കുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് മുന്നേറുക. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. ഒരിക്കലും നിരാശപ്പെടാതെ, നിരന്തരമായിട്ട് തോൽവിയെ ഭയപ്പെടാതെ, തോറ്റുപോകുമോ എന്നുള്ള ഭയമില്ലാതെ തന്നെ പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുക. ഓർക്കുക, ജീവിതത്തിൽ തോൽവി എന്ന് പറയുന്ന ഒന്നില്ല, ശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. വിജയിച്ച ശ്രമങ്ങളും വിജയിക്കാത്ത ശ്രമങ്ങളിൽ സംഭവിച്ചു പോയ പിഴവുകൾ തിരുത്തിയിട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് വിജയിച്ച ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ശ്രമങ്ങൾ മാത്രമാണ് ജീവിതം. അങ്ങനെ നിരന്തരമായി ശ്രമിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ ലോകവും അതിലെ വിജയവും ചരിത്രത്തിലെ സ്ഥാനവുമെന്ന് മനസ്സിലാക്കിയിട്ട് തോറ്റുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ തോറ്റുപോകുമോ എന്നുള്ള ഭയം നമുക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരൊറ്റ ജീവിതമേ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് കുതിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി.